Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Class ഒക്കെ എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ട് Good afternoon, ma'am. ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? നമുക്ക് ഇന്നലെ തുടങ്ങിയില്ലേ? എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? ഓക്കെ, അടിപൊളിയാണ്. മിസ്സിന്റെ പേര് വാഹിദ എന്നാണ്. മിസ് എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്ലാസ്. ആഴ്ചയിൽ 2 ദിവസം മിസ്സിന്റെ ക്ലാസ്സും ഉണ്ട്. ഓക്കെ. Okay, ma'am. പിന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടിയോ? എന്റെ പേര് വാഹിദ. ഇന്നലത്തെ മോക്ക് ടെസ്റ്റ് കിട്ടിയോ? കിട്ടിയിട്ടില്ല. ഓക്കെ, ഇന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പിറ്റേ ദിവസം കിട്ടും. അപ്പൊ എല്ലാവരും മോക്ക് ടെസ്റ്റ് കിട്ടുമ്പോൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. നമ്മൾ എന്താന്ന് വെച്ചാല് 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മറന്നു പോകും ഇല്ലേ? സ്വാഭാവികമാണ് അത്. അപ്പൊ എല്ലാ ദിവസവും എന്താണ് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ ലൈവ് ക്ലാസ് ഒക്കെ കാണാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടീച്ചർ നെക്സ്റ്റ് ഡേ കയറുമ്പോൾ ചോദിക്കാം. അതല്ലെങ്കിൽ ആ ടീച്ചർ എന്തെങ്കിലും മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മിസ് കയറാമല്ലോ. മിസ് നെക്സ്റ്റ് ഡേ കയറുമ്പോൾ ചോദിക്കാം കേട്ടോ. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും കേട്ടോ മോക്ക് ടെസ്റ്റ്. ഓക്കെ, നമുക്ക് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മിസ് ക്ലാസ് എടുക്കുമ്പോൾ മിസ്സിന്റെ ക്ലാസിന്റെ സ്പീഡ് കൂടാണ്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. മിസ് ക്ലാസ് തുടങ്ങുമ്പോൾ എന്താണ് മിസ് മ്യൂട്ട് ചെയ്ത് വെക്കും. അതായത് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ഒരാളുടെ മൈക്ക് ഓണായിട്ട് കിടക്കുകയാണെങ്കിൽ സച്ചിന ബ്രേക്ക് ഉണ്ട്. ഓക്കെ, അതായത് മിസ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ മിസ് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കും. മോക്ക് ടെസ്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആണെങ്കിൽ നാളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കിട്ടും. ഇന്നത്തെ ക്ലാസ്സിന്റെ ഇന്ന് കിട്ടും കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് മിസ് ക്ലാസ് തുടങ്ങുമ്പോൾ മിസ് മൈക്ക് ഓഫ് ആക്കി വെക്കും. മിസ്സിന്റെ ഇത് മാത്രം ഓൺ ആയിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ഒരാളുടെ മൈക്ക് ഓൺ ആണെങ്കിൽ എന്താണ് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും അല്ലേ? അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് കഴിയുന്നതിനനുസരിച്ച് മിസ് സമയം തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ മിസ് ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളോട് ചോദിക്കും ഓക്കെ ആണോ, ക്ലിയർ ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അപ്പൊ തന്നെ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? Okay ആണ് മാം, ഓക്കെ ആണ്. അപ്പൊ മിസ്സിന് ക്ലാസ് തുടങ്ങാം. മിസ് അപ്പൊ നമ്മുടെ മൈക്കൊക്കെ ഓഫ് ആക്കി വെക്കുകയാണ് കേട്ടോ. മിസ്സിന്റെ മാത്രം ഓൺ ആയിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനും ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, മിസ് എടുക്കുന്ന ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ്. ഫസ്റ്റ് തന്നെ നമുക്കറിയാം അല്ലെ, നമ്മുടെ ചുറ്റുപാടും നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ ആണെങ്കിലും പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട് അല്ലെ നമുക്ക് ചുറ്റും. എന്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ ഹോമിയോ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷിലെ അങ്ങനെയുള്ള പലതരത്തിലുള്ള ഹോസ്പിറ്റലുണ്ട് നമുക്ക് ചുറ്റും അല്ലേ? ആണോ? ആണോ അല്ലെ? അപ്പൊ നോക്കിയേ, there are
different types of hospital and each type has its own characteristics, strength and limitations. എന്താണ് നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ഹോസ്പിറ്റലിനൊക്കെ എന്താണ് അവരുടേതായിട്ടുള്ള അല്ലെ ഇറ്റ്സ് ഓൺ അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന സർവീസുകളൊക്കെ ആയിരിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നത്. സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൂടുതൽ അല്ലെ പരിചരണങ്ങളും കൂടുതൽ സ്പെഷ്യാലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഹോമിയോ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കോ നമുക്ക് അലോപ്പതി സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്നത് അല്ല, വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും സ്ട്രെങ്ത്തും ലിമിറ്റേഷൻസും ഉണ്ട് അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് owing to variation in types it is necessary to classify to understand its type. അല്ലെ, നമുക്കൊരു ഹോസ്പിറ്റൽ ഏത് തരത്തിലാണ് പെടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, എങ്ങനെയാണ് അവരെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രൈവറ്റ് ഓണർഷിപ്പിലാണ് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഗവൺമെന്റ് ആണ് അല്ലെ അവിടുത്തെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ നമുക്കൊരു എന്താണ് അലോപ്പതി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടുത്തെ നിന്ന് കിട്ടുന്ന മെഡിസിൻ എങ്ങനെയായിരിക്കും, സിസ്റ്റം എങ്ങനെയായിരിക്കും, ഇംഗ്ലീഷ് മരുന്നുകളായിരിക്കും അല്ലെ. ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ആയുർവേദിക് മെഡിസിനുകളായിരിക്കും അല്ലെ കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഓരോ ഹോസ്പിറ്റലിന്റെയും വ്യത്യാസം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഏത് ക്ലാസിഫിക്കേഷനിലാണ് അവർ എങ്ങനെയാണ് തരംതിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽസ് ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ഫോളോയിങ് ബേസിസ്. നമ്മൾ ഹോസ്പിറ്റലിലെ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ തരംതിരിക്കുന്നത് താഴെ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിന്റെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഫസ്റ്റ് പറയുന്നത് സൈസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ. നമ്മൾ പറയാറുണ്ട് അല്ലെ അവിടെ എന്താണ് ആ ഒരു ഹോസ്പിറ്റൽ സ്മോൾ സൈസ് ഹോസ്പിറ്റൽ ആണ് അല്ലെങ്കിൽ ലാർജ് സൈസ് ഹോസ്പിറ്റൽ ആണ് അല്ലെ അല്ലെങ്കിൽ അത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സൈസിന്റെ ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിലെ തരംതിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ലെവൽ ഓഫ് കെയർ അല്ലെ പ്രൈമറി കെയർ ആണോ അല്ലെങ്കിൽ സെക്കൻഡറി കെയർ ആണോ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കെയർസ് അല്ലെ നമുക്ക് തീവ്ര പരിചരണങ്ങൾ വരെയും ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കെയേഴ്സ് ഏത് തരത്തിലുള്ള പരിചരണമാണോ കിട്ടുന്നത്, ബേസിക് ലെവൽ ഓഫ് കെയർ ആണോ അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയർ ആണോ കിട്ടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിന് ചുറ്റും വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലൊക്കെ എന്താണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. സീസണൽ ഇൻഫെക്ഷൻസ് സീസണൽ ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ വേണ്ടി അപ്പൊ അതെന്താണ് നമുക്ക് അവിടെ നിന്ന് ബേസിക് ലെവലിലുള്ള ഒരു കെയർ മാത്രമല്ലേ പരിചരണങ്ങൾ മാത്രമല്ലേ ലഭിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് ലഭിക്കുന്ന കെയേഴ്സ് പരിചരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലെ തരംതിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ സ്പെഷ്യാലിറ്റി കെയേഴ്സ് പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അഹല്യ ഫൗണ്ടേഷൻസ് അല്ലെ അഹല്യ ഐ കെയർ ഹോസ്പിറ്റല് കേട്ടിട്ടില്ലേ, പാലക്കാട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അഹല്യ നമ്മുടെ എറണാകുളത്തൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് എന്ത് സ്പെഷ്യാലിറ്റി കെയർ ആണ് അവർ കൊടുക്കുന്നത്, എന്ത് കെയർ ആണ്? ഐ കെയർ അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു അവിടെ ഏത് സ്പെഷ്യാലിറ്റി കെയർ ആണോ കൊടുക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഈ ആസ്റ്റർ മെഡ്സിറ്റി ഒക്കെ പറയാറുണ്ട് അല്ലെ. ആസ്റ്റർ മെഡ്സിറ്റി അതൊക്കെ എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണ് അല്ലെ. പലതരത്തിലുള്ള സ്പെഷ്യാലിറ്റി കെയർസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഏതൊക്കെ തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റലിനെ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒരു സ്പെഷ്യാലിറ്റി കെയർ അതായത് നമ്മൾ അഹല്യ ഐ കെയർ ഹോസ്പിറ്റൽ പോലെ ഒരു സ്പെഷ്യൽ കെയർസ് മാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെ. ഒന്നിൽ കൂടുതൽ 3 or 4 ഒക്കെ
സ്പെഷ്യാലിറ്റി കെയേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. ഓക്കെ ആണോ? അപ്പൊ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ തരംതിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, ഉടമസ്ഥാവകാശം നമ്മൾ പറയാറില്ലേ, അത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെന്ന് പറയാറുണ്ട് അല്ലെ, പറയാറുണ്ടോ? അതെന്തിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്? അതെന്തിന്റെ ബേസിസിലാണ് പറയുന്നത്? ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അപ്പൊ എന്താണ്? ഓണർഷിപ്പിന്റെ അടിസ്ഥാനത്തില് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ലെ, നമുക്ക് ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയാറുണ്ട് അല്ലെ. പിന്നെ എന്താണ്? ഹോമിയോപ്പതി എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അവിടെ ഏത് തരത്തിലുള്ള സിസ്റ്റം, വൈദ്യശാസ്ത്ര രീതിയാണ് ഉപയോഗിക്കുന്നത്? അലോപ്പതിയാണോ, ആയുർവേദമാണോ, യുനാനിയാണോ അല്ലെ? ഏത് തരത്തിലുള്ള സമ്പ്രദായം, വൈദ്യശാസ്ത്ര സമ്പ്രദായമാണോ ഉപയോഗിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ലെങ്ത് ഓഫ് സ്റ്റേ അല്ലെ, നമ്മൾ ആ ഒരു ഹോസ്പിറ്റലില് എത്ര നാള് സ്റ്റേ ചെയ്യണം, നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതർ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതർ എൻക്വയറീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലില് എത്ര നാള് നമ്മ അവിടെ സ്റ്റേ ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മെന്റൽ ഹോസ്പിറ്റലൊക്കെ പറയാറില്ലേ, മെന്റൽ ഹോസ്പിറ്റലൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ നമുക്ക് 1 ദിവസം 2 ദിവസമൊക്കെ കിടന്നു കഴിഞ്ഞാല് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റുമോ? ചിലപ്പോ ഒരു 4 മാസം 5 മാസമൊക്കെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കിടത്തിയിട്ട് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തിട്ടാണ് അല്ലെ അവരെ വിടുന്നത്. നോർമൽ ഹോസ്പിറ്റലിൽ ചിലപ്പോ നമ്മൾ ഒരു 7 ദിവസം ഒരു ആന്റിബയോട്ടിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആന്റിബയോട്ടിക്സ് തീരുന്നവരെയും നമ്മളൊന്ന് കിടത്തിയിട്ട് നമ്മളെ വിടും അല്ലെ. 3, 5, 7 ദിവസമൊക്കെ അല്ലെ. അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റേ, അതായത് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ ആണോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കാലോ? നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ, സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് സൈസ് കേട്ടോ. Size of a hospital is generally measured by the number of inpatient beds in which offers അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ, ഒരു ആശുപത്രിയുടെ വലിപ്പം സാധാരണയായി സൂചിപ്പിക്കുന്നത് അവിടെ എത്ര നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ബെഡ്സുകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, ഒപ്പി മൈപ്പി കേട്ടിട്ടില്ലേ? നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മ പറയാറുണ്ട് അല്ലെ, ഒപ്പിയിലെ ഡോക്ടർ കാണിച്ചിട്ട് പോന്നു എന്ന് പറയാറുണ്ട് അല്ലെ. ഒപ്പി എന്ന് പറഞ്ഞാല് ഔട്ട് പേഷ്യന്റ്, ജസ്റ്റ് നമ്മ അവിടെ ചെല്ലാം, നമ്മുടെ അസുഖത്തിന് വേണ്ട അസുഖത്തിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടറെ കാണാം, മരുന്നുകൾ മേടിച്ച് തിരിച്ചു പോരാം. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ ടെസ്റ്റുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവിടെ അഡ്മിറ്റ് ചെയ്യില്ലേ, കിടത്തി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർ. ഓക്കെ, അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസിനെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ അവരെങ്ങനെയാണ്? വാർഡില്, റൂംസിലൊക്കെ താമസിപ്പിക്കും അല്ലെ. ഹോസ്പിറ്റലിലെ റൂംസിലൊക്കെ താമസിപ്പിക്കും അല്ലെ. അപ്പൊ ആ ഒരു ഇൻപേഷ്യന്റ് ബെഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ആശുപത്രിയുടെ വലിപ്പം സാധാരണയായി സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റൽ നമ്മൾ എത്രയായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? എ ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ആസ് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ. എന്താണ്? ഓറല്ല കേട്ടോ, എൻഡ് ആണ് കേട്ടോ. അവിടെ എൻഡ് ആണ്, ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. എന്താണ്? നമ്മൊരു ഹോസ്പിറ്റലിനെ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ 3ആയി തരംതിരിക്കുന്നുണ്ട്. സ്മോൾ ഹോസ്പിറ്റൽ എന്നും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്നും. ഫസ്റ്റ് പറയുന്നത് സ്മോൾ ഹോസ്പിറ്റൽ കേട്ടോ. The hospital with approximately 30 or less beds are
ഇമ്പോർട്ടന്റ്. ഓക്കെ, പറയാം കേട്ടോ. ഫസ്റ്റത്തെ ആ ഒരു ഇതിലെ ഹോസ്പിറ്റൽ ക്യാൻ ക്ലാസിഫൈഡ് ഓൺ ദ ഫോളോയിങ് ബേസിസ് എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് സൈസിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിനെ എത്രയായി തരംതിരിക്കുന്നുണ്ട്? 3 അല്ലേ? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് സൈസ് ഹോസ്പിറ്റൽ. അത് അടയാളപ്പെടുത്താം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇനി എന്താണ്? ഒരു ഹോസ്പിറ്റലില് 30 ബെഡോ അതല്ലെങ്കിൽ അതിൽ കുറവോ ബെഡുകളോ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. ഓക്കെയാണോ? അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു 30 ബെഡോ അതല്ലെങ്കിൽ അതിൽ കുറവോ ആണെങ്കിൽ, ലെസ് ബെഡ്സ് 30ൽ കുറവോ ആണെങ്കിൽ നമ്മ ജനറലി പൊതുവെ ആ ഒരു ഹോസ്പിറ്റലിന് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നു. സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. അല്ലെ? എന്താണ്? നമുക്ക് ആ ഒരു സ്മോൾ ഹോസ്പിറ്റലില് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ആയിരിക്കും അല്ലെ? വലിയ ഹോസ്പിറ്റലിലുള്ള അത്രയും റിസോഴ്സുകൾ ഉണ്ടായിരിക്കോ? എക്യുപ്മെന്റുകള്, ഫെസിലിറ്റീസ്, മിഷനറീസ് ഒക്കെ ഉണ്ടായിരിക്കോ? ICU പോലുള്ള വലിയ ഇല്ല അല്ലെ? എന്താണ്? കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ആയിരിക്കും. കൂടാതെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റലില്, സ്മോൾ ഹോസ്പിറ്റലില് ഉയർന്ന പരിചരണങ്ങൾ അല്ലെ? നോ ഓഫർ ഹൈലി എൻഡ് കെയർ, ഉയർന്ന കെയർസ് പരിചരണങ്ങൾ നൽകുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് മെജോറിറ്റി ഓഫ് ദി ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ ആ സ്മോൾ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലിലെ ഭൂരിഭാഗം മെജോറിറ്റി ഹോസ്പിറ്റലും എങ്ങനെയുള്ളതാണ്? സ്മോൾ ഹോസ്പിറ്റൽ ആണ് അല്ലെ? നമുക്കറിയാം നമ്മുടെ ചുറ്റും കാണുന്ന ഹോസ്പിറ്റൽ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, അതല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്തുള്ള എന്താണ് ആയുർവേദ ഹോസ്പിറ്റല്, അതൊക്കെ എന്താണ്? കുറച്ചുള്ളൂ അല്ലെ? ബെഡ്സുകളൊക്കെ ഇൻപേഷ്യന്റിന്റെ അല്ലെ? ഒരുപാടുണ്ടോ? മൾട്ടി സ്പെഷ്യാലിറ്റി ഒക്കെ ഹോസ്പിറ്റൽ പോലെ ഒരുപാട് ബെഡ്സ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലെ? കുറച്ചുണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഭൂരിഭാഗം മെജോറിറ്റി ഹോസ്പിറ്റലും എങ്ങനെയുള്ളതാണ്? സ്മോൾ ഹോസ്പിറ്റൽ ആണ്. എസ്പെഷ്യലി പ്രത്യേകിച്ച് എവിടെയുള്ളത്? സബ് അർബൻ ആൻഡ് റൂറൽ ഏരിയാസ് അല്ലെ? എന്താണ്? നമ്മുടെ ഗ്രാമീണ പിന്നെന്താണ് നഗരപ്രദേശങ്ങളിലുള്ള ഹോസ്പിറ്റലുകൾ ഭൂരിഭാഗവും സ്മോൾ ഹോസ്പിറ്റൽസ് ആയിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് it is a common practice in small hospital to outsource various services such as laboratory, radiology and pharmacy. എന്താണ്? ഈ ഒരു ഹോസ്പിറ്റലില് പൊതുവായിട്ട് അവര് ലബോറട്ടറി സർവീസുകൾ, റേഡിയോളജി സർവീസുകൾ, ഫാർമസി അങ്ങനെയുള്ള സർവീസുകളൊക്കെ അവരെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഔട്ട്സോഴ്സ് ആണെന്ന്. അതായത് അവിടെ ആ ഒരു ഫെസിലിറ്റീസോ ആ ഒരു കെയേഴ്സോ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് എന്താണ് ലബോറട്ടറി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ? പുറത്തേക്ക് എഴുതി തരും അല്ലേ? ഇല്ല, അവര് പുറത്തേക്ക് എഴുതി തരും. റേഡിയോളജി നടത്തുന്നുണ്ടോ? ക്യാൻസറിനുള്ള സ്കാനിങ്, റേഡിയേഷൻ അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ നടത്തുന്നുണ്ടോ? അവിടെ സിറ്റി സ്കാൻ, MRI സ്കാനിങ് പോലുള്ള സ്കാനിങ്ങുകൾ നടത്തുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സർവീസുകളൊക്കെ അവിടെ എങ്ങനെയാണ് സ്മോൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്? ഔട്ട്സോഴ്സ്ഡ് സർവീസുകളാണ് അല്ലെ? പുറമേ നിന്നാണ് അവർ ആ ഒരു സർവീസുകൾ ചെയ്യിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽ. നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലില് നമ്മുടെ എമർജൻസി കെയർ അല്ലെ? നമുക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് ആ ഒരു സമയത്ത് കൊടുക്കുന്ന എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ അല്ലെ? അങ്ങനെയുള്ള സർവീസുകളൊക്കെ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് അല്ലെ? ഇതൊക്കെ എന്താണ്? ബേസിക് ലെവലിലുള്ള വെരി ബേസിക് ലെവൽ താഴെ അല്ലെ? അടിസ്ഥാന തലത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെറിയ സ്മോൾ സൈസ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഒരു ആക്സിഡന്റ് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഹാർട്ട് അറ്റാക്കോ അങ്ങനെയുള്ള മേജർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെന്ത് പറയും? അപ്പൊ തന്നെ എന്താ അവർ പറയുന്നത്? അടുത്തുള്ള ഏത് നല്ല വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയും അല്ലേ?
അല്ലെ പറയാറ് അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ ഇന്റൻസീവ് കെയർ, എമർജൻസി കെയർ അല്ലെങ്കിൽ ഓപ്പറേഷൻ അല്ലെ സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ഒക്കെ അടിസ്ഥാന തലത്തിൽ മാത്രമാണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിന് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ് വേണം. ബെഡ്സിന്റെ ആ ഒരു ഇത് ചോദിക്കാം കേട്ടോ. എത്ര ബെഡ്സ് വരെയാണ് സ്മോൾ ഹോസ്പിറ്റലിന് ചോദിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്താണ്? നമ്മുടെ സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിനെയും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ. എല്ലാത്തിലും ആ നമ്പർ ഓഫ് ബെഡ്സ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇൻപേഷ്യന്റ് നമ്പർ ഓഫ് ബെഡ്സുകൾ ഒന്ന് നോക്കി വെക്കാം. അത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നോക്കിയേ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് typically having 30 to 100 beds are also very popular in India അല്ലെ. അവിടെ എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ 30 മുതൽ 100 ബെഡ്സ് വരെ ഇൻപേഷ്യന്റ് ബെഡ്സുകളുടെ നമ്പർ 30 മുതൽ 100 വരെ ആണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾക്ക് എന്ത് പറയാം? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ. നമ്മുടെ ഇന്ത്യയില് കൂടുതൽ പ്രചാരത്തിലുള്ള വെരി പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എന്താണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. അല്ലെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലേ? നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ അല്ലെ, നമുക്ക് ചുറ്റുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ എന്താണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ജനപ്രിയത്തിലുള്ള അല്ലെ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഹോസ്പിറ്റൽ എങ്ങനെയാണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആണ്. ദേ ഹാവ് മോർ റിസോഴ്സസ് അല്ലെ. എന്താണ്? സ്മോൾ ഹോസ്പിറ്റൽ. സ്മോൾ ഹോസ്പിറ്റലിലും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാവില്ലേ? സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെ, കുറച്ച് മാത്രം റിസോഴ്സുകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ എക്യുപ്മെന്റുകൾ മെഷീനറീസ് ഒക്കെ കുറച്ച് മാത്രം ലിമിറ്റഡ് ആയിട്ട്. പക്ഷെ നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് സ്മോൾ സൈസ്ഡ് ഹോസ്പിറ്റലിലും കൂടുതൽ റിസോഴ്സുകൾ വിഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ വിഭവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിസിനുകള്, പിന്നെ എന്താണ് എക്യുപ്മെന്റ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആവശ്യമായി വരുന്ന സാധനങ്ങള്, മെറ്റീരിയൽസ്. മനസ്സിലായോ? ബെഡ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിനെയും കൂടുതൽ ഉണ്ടായിരിക്കും. ആൻഡ് ആർ ബെറ്റർ എക്യുപ്ഡ് ടു പ്രൊവൈഡ് കോംപ്ലക്സ് സർവീസസ്. However, they are not so comprehensive as large hospital. എന്താണ് നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലിനും കൂടുതൽ റിസോഴ്സുകൾ ഉണ്ടായിരിക്കും. അതിലും കൂടുതൽ എന്താണ് ബെറ്റർ എക്യുപ്ഡ് ആയിരിക്കും. കൂടാതെ കോംപ്ലക്സ് സർവീസുകൾ കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും however എന്താണ് സമഗ്രമായിട്ടുള്ള ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും സമഗ്രമായിട്ടുള്ള ഒരു പരിചരണം അവിടെ നിന്ന് ലഭിക്കോ? കിട്ടോ? അത്രയും ഫെസിലിറ്റീസും അത്രയും എക്യുപ്മെന്റുകളും ഒക്കെ ഉണ്ടായിരിക്കും. അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കും നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ അല്ല അല്ലെ. അത്രയും എക്യുപ്മെന്റ്സുകളും ഫെസിലിറ്റീസും ഒന്നും അവിടെ ഉണ്ടാവില്ല അല്ലെ. പക്ഷെ എന്താണ് കോംപ്ലക്സ് സർവീസുകൾ ലഭിക്കും. സങ്കീർണമായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കും. എന്നിരുന്നാലും ലാർജ് ഹോസ്പിറ്റലിന്റെ അത്ര എന്താണ് സമഗ്രമായിട്ടുള്ള സേവനങ്ങൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നില്ല. ഓക്കെ അല്ലേ? നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ഈ വലിയ വലിയ സർജറീസ് ഒക്കെ ഇല്ലേ, ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അങ്ങനെയുള്ള വലിയ വലിയ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ അവർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്താറുണ്ടോ? ഓപ്പറേഷൻസ് ഒക്കെ നടത്താറുണ്ടോ? വലിയ വലിയ സർജറീസ് ഇല്ല. അവരെന്ത് ചെയ്യും? അത് ലാർജ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് റെഫർ ചെയ്ത് തരില്ലേ അല്ലെ. ലാർജ് ഹോസ്പിറ്റലിലേക്കല്ല അവർ റെഫർ ചെയ്ത് തരുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി പോലെയുള്ള വലിയ ലാർജ് ഹോസ്പിറ്റലിലേക്കായിരിക്കും അവിടെ അതിനുള്ള ഫെസിലിറ്റീസും എക്യുപ്മെന്റ്സുകളും മെഷീനറീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്
they generally offer reasonable level of emergency and intensive care, and will have most of the clinical support services such as diagnostic as in-house services. എന്താണ് നമുക്ക് സ്മോൾ സൈസ് ഹോസ്പിറ്റലിനേലും കൂടുതൽ റീസണബിൾ ലെവലിൽ അല്ലെ എന്ത് കൊടുക്കുന്നുണ്ട്? എമർജൻസി കെയറും ഇന്റൻസീവ് കെയറും ഒക്കെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ എന്താണ് ക്ലിനിക്കൽ സപ്പോർട്ട് സർവീസസ്, അതായത് ലബോറട്ടറീസ്, റേഡിയോളജി സർവീസുകളൊക്കെ എന്താണ് അവർ ഇൻ ഹൗസ് സർവീസുകളായിട്ട്, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ സ്കാനിങ്ങുകളും ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെയാണോ? സ്മോൾ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? ഔട്ട്സോഴ്സ് സർവീസുകളായിരുന്നു അല്ലെ. ലബോറട്ടറീസ്, ഫാർമസി, റേഡിയോളജി ഒക്കെ ഔട്ട്സോഴ്സ്ഡ് സർവീസുകളായിരുന്നു. പക്ഷേ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവര് ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഫുഡ് സർവീസസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എക്സെട്ര ആർ യൂഷ്വലി ഔട്ട്സോഴ്സ്ഡ് ഇൻ എ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. നമ്മുടെ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റല് നോൺ ക്ലിനിക്കൽ സർവീസുകൾ അല്ലെ, എന്താണ് ഡയറ്ററി സർവീസ് പോലെയുള്ള സർവീസുകളല്ലോ, എന്താണ് ഫുഡ് സർവീസ്, ലോണ്ടറി അല്ലെ, ലിനൻസ്, ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോണ്ടറി സർവീസുകൾ, ഹൗസ് കീപ്പിംഗ് ഒക്കെ എന്താണ് ഔട്ട്സോഴ്സ്ഡ് സർവീസുകളാണ്. അവർ പുറത്തു കൊടുത്താണ് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ലാർജ് ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ 100 ബെഡ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് 100 ബെഡ്സിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ എന്ത് പറയാം? ലാർജ് ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ. വെരി ഓഫൺ ഇവിടെ എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലില് ആ ഒരു നമ്പർ ഓഫ് ബെഡ്സ് നോക്കുക. പിന്നെന്താണ് അവിടെ നോൺ ക്ലിനിക്കൽ സർവീസസ് ഇല്ലേ, അതെങ്ങനെയാണ്? ഔട്ട്സോഴ്സ്ഡ് സർവീസ് ആണോ അല്ലെങ്കിൽ ഇൻ ഹൗസ് സർവീസ് ആണോ എന്നുള്ളത് ചോദിക്കും കേട്ടോ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ലാർജ് ഹോസ്പിറ്റൽ. Very often these hospitals offer multi-speciality and super speciality services. അല്ലെ, ഈ ലാർജ് ഹോസ്പിറ്റൽ എങ്ങനെയുള്ള സർവീസുകളാണ്? മെഡിക്കൽ കോളേജ്, മെഡ്സിറ്റി അല്ലെ, ആഫ്റ്റർ മെഡ്സിറ്റി പോലെയുള്ള ഹോസ്പിറ്റൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് നമുക്ക് തരുന്നത്? സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി പരിചരണങ്ങളാണ് അല്ലെ കെയർസ് തരുന്നത്. ആണോ? അപ്പൊ എന്താണ് നമ്മുടെ ലാർജ് ഹോസ്പിറ്റല് എങ്ങനെയുള്ള സർവീസുകളാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്? പേഷ്യൻസിന് ഓഫർ ചെയ്യുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി, ഒന്നിലധികം സ്പെഷ്യാലിറ്റി കെയർസ് ആ ഒരു ലാർജ് ഹോസ്പിറ്റലില് പേഷ്യൻസിന് ഓഫർ ചെയ്യുന്നു. ഓക്കെയാണോ? ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ ഇവിടുത്തെ റിസോഴ്സുകൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെ മൾട്ടി സ്പെഷ്യാലിറ്റീസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ അവർ ഓഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ റിസോഴ്സുകൾ എങ്ങനെയായിരിക്കും? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിന്റെ അത്രയും ഉണ്ടാവുള്ളോ? ആണോ? അല്ല, അതിലും കൂടുതൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ large hospitals have plentiful resources to handle large number of patients and help complex health issues. അല്ലെ, സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് അല്ലെ, ഒരുപാട് പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ധാരാളം റിസോഴ്സുകൾ നമുക്ക് ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും, അവൈലബിൾ ആയിരിക്കും. ഓക്കെയാണോ? കോംപ്ലക്സ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും ഒരുപാട് നമ്പർ അല്ലെ, ലാർജ് നമ്പർ ഓഫ് ഒരുപാട് പേഷ്യൻസിനെ പരിചരണങ്ങൾ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ള ധാരാളം റിസോഴ്സുകൾ നമുക്ക് ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് they typically have completely developed ICU. നമ്മുടെ സ്മോൾ ഹോസ്പിറ്റലില് മിഡ് സൈസിലെ ഹോസ്പിറ്റലിലുള്ള പോലത്തെ ചെറിയ ICU ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ല അല്ലെ, വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ, വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കും അല്ലെ. അപ്പൊ എന്താണ് they typically have completely developed ICU അല്ലെ.
എന്താണ് കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല ടെക്നോളജീസ് ഉള്ള അല്ലെ ICU ഓപ്പറേഷൻ തിയേറ്റേഴ്സും എമർജൻസി കെയർ യൂണിറ്റ്സും ഉണ്ടായിരിക്കും. കൂടാതെ and all other clinical support units such as laboratory and radiology service. ഇവിടെ 2 ലബോറട്ടറി വരുന്നുണ്ട്, ഒരെണ്ണം വെട്ടിക്കളയാട്ടോ, ഒരെണ്ണുള്ളേ. നമ്മുടെ ലബോറട്ടറി സർവീസുകള് റേഡിയോളജി സർവീസുകളൊക്കെ എന്താണ് അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ലാർജ് ഹോസ്പിറ്റലില് നമുക്ക് ടെസ്റ്റ് ചെയ്യാന് അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യാനൊക്കെ നമുക്ക് പുറത്തേക്ക് പോകണോ? പുറത്തു പോയി ചെയ്യണോ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റല് അല്ലെങ്കിൽ സ്കാനിങ് സെന്റേഴ്സിലൊക്കെ പോയി ചെയ്യണോ? വേണ്ട അല്ലെ? ഇതൊക്കെ ആ ഒരു ലാർജ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പേഷ്യൻസിന് ലഭിക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? മിസ് എടുക്കുന്നത് ക്ലിയർ ആണോ? ഇങ്ങനെ തന്നെ എടുക്കാൻ മതിയോ? ഓക്കെ ആണ്. മിസ് നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്ലാസ് എടുക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത് ക്ലിയർ ആണോ എന്ന്. ഓക്കെ, നെക്സ്റ്റ് ലെവൽ ഓഫ് കെയർ അല്ലെ? എന്താണ് ആ ഒരു പരിചരണത്തിന്റെ ലെവൽ അനുസരിച്ച് അല്ലെ എന്താണ് നമ്മ അതിനെ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ലെവൽ അനുസരിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വേണം. മിസ് പറഞ്ഞില്ലേ നമ്പർ ഓഫ് ബെഡ്സ് നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അതില് നമ്പർ ഓഫ് ബെഡ്സ് ആണ് അതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലെവൽ ഓഫ് കെയർ. പിന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ മിസ്സുമാർ ഉൾപ്പെടുത്തുന്ന ക്വസ്റ്റ്യൻ ഇല്ലേ? ആ ക്വസ്റ്റ്യൻ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഒക്കെയാണ് കേട്ടോ മിസ്സുമാരെ ഭൂരിഭാഗം മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തി തരുന്നത്. അപ്പൊ അതൊക്കെ എന്തായാലും മനസ്സിലാക്കിയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ലെവൽ ഓഫ് കെയർ അല്ലെ? another basis of classification hospital is level of care അല്ലെ? നമുക്ക് ഹോസ്പിറ്റലിനെ മറ്റൊരു രീതിയിൽ another ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതെന്താണ്? ആ ഒരു ഹോസ്പിറ്റലിന്റെ ലെവൽ ഓഫ് കെയർ അല്ലെ? പരിചരണത്തിന്റെ ലെവൽ അനുസരിച്ച് വിച്ച് ആർ ബേസിക്കലി 3. നമ്മൾ ലെവൽ ഓഫ് കെയർ അനുസരിച്ച് ഹോസ്പിറ്റലിനെ 3 തരം തിരിക്കുന്നു. ഫസ്റ്റ് പറയുന്നത് പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, രണ്ടാമത്തത് സെക്കൻഡറി കെയർ, മൂന്നാമത്തത് ടെർഷ്യറി കെയർ. ആണ് ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ 3 തരം തിരിക്കുന്നു. പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷ്യറി കെയർ. ഫസ്റ്റ് പറയുന്നത് പ്രൈമറി കെയർ അല്ലെ? The hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries അല്ലെ? നമ്മുടെ വീടിന്റെ ചുറ്റുള്ള നമ്മുടെ വീടിന്റെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഇല്ലേ? അവിടെ എങ്ങനെയാണ്? അത് ജസ്റ്റ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഒക്കെ മാത്രമാണ് അല്ലെ ലഭിക്കുന്നത് അല്ലെ? അവിടെ പോയി ഡോക്ടർ കാണാം, ജസ്റ്റ് മെഡിസിൻ ഒക്കെ എഴുതി തന്നെ അത് മേടിച്ച് പോരാ അല്ലെ? നമ്മൾ അവിടെ അഡ്മിറ്റ് ആക്കുന്നുണ്ടോ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ വീടിന്റെ അടുത്തുള്ള? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, വാക്സിനേഷൻ അല്ലെ? കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വാക്സിനേഷനുകൾ, മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ് അല്ലെ? ചെറിയ എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ അസുഖം, രോഗമൊക്കെ ഇല്ലേ? അതിനെയാണ് കേട്ടോ എയിൽമെന്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ പനി, ജലദോഷം അല്ലെ? അങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ സീസണൽ ഇൻഫെക്ഷൻസ് അല്ലെ? ഇപ്പൊ നമുക്ക് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ എന്താണ് പനിയൊക്കെ വരാറുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സീസണൽ ഇൻഫെക്ഷൻസ്, നോർമൽ ഡെലിവറീസ്, അങ്ങനെയുള്ള ആളുകളെ മാത്രമാണ് അവിടെ നോക്കുന്നത്. അവർക്ക് മാത്രമുള്ള പരിചരണങ്ങളാണ് നമ്മുടെ പ്രൈമറി കെയർസിൽ കൊടുക്കുന്നത്. ആർ കോൾഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ. ഇങ്ങനെയുള്ള പരിചരണങ്ങൾ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇൻ ഗവൺമെന്റ് സിസ്റ്റം പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ? ഗവൺമെന്റ് സിസ്റ്റത്തില് എക്സാമ്പിൾ ആണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, PHC. അത് ചോദ്യം വരാട്ടോ. PHC സ്റ്റാൻഡ്സ് ഫോർ
എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ PHC എക്സ്പാൻഡഡ് ഫോം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് അടയാളപ്പെടുത്താം. PHC എന്ന് പറഞ്ഞാല് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ആർ ദി ഹോസ്പിറ്റൽ ദാറ്റ് പ്രൊവൈഡ് പ്രൈമറി കെയർ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എങ്ങനെയുള്ള പരിചരണങ്ങളാണ് നമുക്ക് നൽകുന്നത്? പ്രൈമറി കെയർ ആണ് അല്ലെ. പ്രാഥമിക തലത്തിലുള്ള പരിചരണങ്ങൾ മാത്രമല്ലേ നമുക്ക് നൽകുന്നുള്ളൂ അല്ലേ. ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ നമ്മൾ മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പനി പിടിച്ചിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മരുന്ന് എഴുതി തന്നിട്ട് പറയില്ലേ, എന്താണ് അപ്പോഴത്തെ ഒരു ആശ്വാസത്തിനുള്ള മരുന്ന് എഴുതി തരും. എന്നിട്ട് പറയും നാളെ പീഡിയാട്രീഷ്യനെ കൊണ്ടുപോയി കാണിക്കാൻ പറയില്ലേ. ആണോ? ആർക്കൊക്കെയുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങള്? അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കാണിച്ചാലും പറയാറുണ്ട് അല്ലേ. അതെ. അപ്പൊ എന്താണ് അവിടുന്ന് ഒരു ബേസിക് ലെവലിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു പരിചരണങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ ആണോ? പ്രൈമറി കെയർ ഹോസ്പിറ്റൽ ആർ സിമ്പിൾ ഓർഗനൈസേഷൻ വിത്ത് ലിമിറ്റഡ് റിസോഴ്സുകൾ അല്ലെ. നമ്മുടെ സിമ്പിൾ ഹോസ്പിറ്റൽ, സ്മോൾ ഹോസ്പിറ്റൽ പറഞ്ഞ പോലെ അവിടെ എങ്ങനെയാണ് ലിമിറ്റഡ് റിസോഴ്സുകളും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും ആയിരിക്കും പ്രൈമറി ഹോസ്പിറ്റൽ അല്ലെ. നമുക്കറിയാം നമ്മുടെ വീടിന്റെ അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ 2 ഡോക്ടർ അല്ലെങ്കിൽ 3 നഴ്സൊക്കെയാണ് അല്ലെ അവരുള്ളത്. ഒരുപാട് ആളുകളുണ്ടോ? നമ്മുടെ ലാർജ് ഹോസ്പിറ്റലിന്റെ അത്രയും സ്റ്റാഫുകളൊക്കെ അവിടെ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ കമ്പയർ ചെയ്തൊന്ന് പഠിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്താണ് നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റല് സിമ്പിൾ ഓർഗനൈസേഷനും ലിമിറ്റഡ് റിസോഴ്സുകളായിരിക്കും ഉള്ളത്. ഓക്കെ ആണോ? എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽ, എക്സാമ്പിൾ ഓഫ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. അപ്പൊ PHC ഒക്കെ എഴുതാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സെക്കൻഡറി കെയർ അല്ലെ. സെക്കൻഡറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് there are hospitals that offer medical care which is one level higher than primary care അല്ലെ. നമുക്ക് പ്രൈമറി കെയറിൽ നിന്ന് കിട്ടുന്നതിൽ ഒരു പടി അല്ലെ കുറച്ചും കൂടി കൂടുതലായിട്ട് ഹയർ ആയിട്ട് കിട്ടുന്ന കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Those are hospitals that offer medical care which is one level higher than primary care അല്ലെ. നമുക്ക് പ്രൈമറി കെയർ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നതിൽ കൂടുതൽ കുറച്ചുകൂടി ഒരു ലെവൽ അല്ലെ ഒരു പടി കൂടുതൽ കൊടുക്കുന്ന ഹോസ്പിറ്റലിനെയാണ് സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Such hospital will offer treatment such as general surgery. ഈ ഹോസ്പിറ്റൽ എങ്ങനെയുള്ള സർവീസുകളും എങ്ങനെയുള്ള കെയർസുകളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓഫർ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ജനറൽ സർജറി അല്ലെ. ജനറൽ സർജറി നമ്മുടെ അപ്പൻഡിക്സ് അങ്ങനെയുള്ള ജനറൽ സർജറീസ് ഒക്കെ ഇല്ലേ. എൻഡോസ്കോപ്പി, ഹെർണിയ അങ്ങനെയുള്ള ജനറൽ സർജറീസ്. നോൺ കോംപ്ലക്സ് സ്പെഷ്യാലിറ്റി സർജറീസ് അല്ലെ. കൂടുതൽ സങ്കീർണമല്ലാത്ത സ്പെഷ്യാലിറ്റി സർജറീസ്. കൂടാതെ ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലെ. ബേസിക് ലെവലിലുള്ള ഇന്റൻസീവ് കെയർസ് നമ്മുടെ പേഷ്യൻസിന് ഗുരുതരാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ബേസിക് ലെവലിലുള്ള ഇന്റൻസീവ് കെയർ കൊടുക്കുന്നുണ്ട്, പരിചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ സിസേറിയൻ ഡെലിവറിയൊക്കെ നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് നൽകുന്നു. പ്രൈമറി കെയറിൽ എന്താണ് നോർമൽ ഡെലിവറീസ്, സിമ്പിൾ എയിൽമെന്റിന് അല്ലെങ്കിൽ സീസണൽ ഇൻഫെക്ഷൻസിനുള്ള മരുന്നുകള്, വാക്സിനേഷന്, ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ഒക്കെ ആണെങ്കിൽ ഇവിടെ അതിന് കുറച്ചും കൂടി അല്ലേ ജനറൽ സർജറി ചെയ്യുന്നുണ്ട്. അധികം സങ്കീർണമല്ലാത്ത അല്ലെ നോൺ കോംപ്ലക്സ് അധികം സങ്കീർണമല്ലാത്ത സ്പെഷ്യൽ സർജറീസ് നൽകുന്നുണ്ട്. ബേസിക് ലെവലിലുള്ള ഇന്റൻസീവ് കെയർ ട്രീറ്റ്മെന്റുകൾ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ സിസേറിയൻ ഡെലിവറീസും ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഈ ഗവൺമെന്റ് സിസ്റ്റം അല്ലെ. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തില് നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അല്ലെ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. കൂടാതെ ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് അല്ലെ. നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഡിവിഷണൽ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ എന്നൊക്കെ. അതേപോലെ
ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെ എന്താണ് നമ്മുടെ സെക്കൻഡറി കെയർ ലെവൽ ഓഫ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെയാണോ? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഒക്കെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽസ് ആർ ബെറ്റർ റിസോഴ്സ്ഡ് ദാൻ പ്രൈമറി ഹോസ്പിറ്റൽസ്. എന്താണ് നമ്മുടെ പ്രൈമറി കെയർ ഹോസ്പിറ്റലിനും കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള റിസോഴ്സുകൾ അവിടെ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ സിസേറിയൻ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൈമറി കെയറിൽ ഉള്ള അത്ര എക്യുപ്മെന്റുകളൊക്കെ മാത്രം മതിയോ? അത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് മതിയോ? ഇല്ല അല്ലെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പിന്നെ എന്താണ് സർജറീസ് നടത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതിൽ കുറച്ചും കൂടി എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ വേണം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ പ്രൈമറി ഹോസ്പിറ്റലിലും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സുകളും ആൻഡ് ക്യാൻ ഹാൻഡിൽ എ ലാർജ് നമ്പർ ഓഫ് എമർജൻസി കേസസ്. അവിടെ കൂടുതൽ എമർജൻസി കേസുകളും കൈകാര്യം ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡിസ്ക്രൈബ്ഡ് ഇൻ ഏർലിയർ സെക്ഷൻ ജനറലി ഓഫ് സെക്കൻഡറി കെയർ അല്ലെ. നമ്മുടെ അടുത്തുള്ള സ്മോൾ ആൻഡ് മിഡ് സൈസ്ഡ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റലും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? സെക്കൻഡറി കെയർ ഹോസ്പിറ്റലുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെയാണോ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എന്താണ് സിസേറിയൻ ഒക്കെ നടത്തുന്നുണ്ട് അല്ലെ. ചെറിയ സർജറീസ് ഒക്കെ നടത്തുന്നില്ലേ? സർജറികള് അല്ലേ, അപ്പൻഡിക്സിന്റെ അങ്ങനെയുള്ള ജനറൽ സർജറീസ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള സർജറീസ് ഒക്കെ അവർ ചെയ്യുന്നില്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റല്? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ സെക്കൻഡറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് ടേർഷ്യറി കെയർ അല്ലെ. കുറച്ചും കൂടി ഒരു പടി ലെവൽ കൂടുതലായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കുന്നതാണ് ടേർഷ്യറി കെയർ, തൃതീയ പരിചരണ ഹോസ്പിറ്റൽ. അപ്പൊ അത് നോക്കി, these are hospital with the most advanced level of care. ഈ ഒരു ഹോസ്പിറ്റലില് ഈ ലെവൽ കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലില് മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആയിരിക്കും അല്ലെ. നമ്മുടെ പ്രൈമറിയിലും ഇമ്പോർട്ടൻസ് എക്സാമ്പിൾ ആണ് കേട്ടോ. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയൊക്കെ ഉള്ളൂ. അവിടെ നിന്ന് പിന്നെ ഏതൊക്കെ ലെവൽ ഓഫ് കെയറിന്റെ അടിസ്ഥാനത്തില് ഹോസ്പിറ്റലിനെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു, ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നോക്കിയേ, മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് അല്ലെ നമ്മുടെ സെക്കൻഡറി കെയറിലും പ്രൈമറി കെയറിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിചരണമായിരിക്കും ടെർഷ്യറി കെയർ ഓഫ് ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്നത്. ജനറലി ദി ഓഫർ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ അല്ലെ. എന്താണ് മെഡിക്കൽ കോളേജുകൾ അല്ലെ, അങ്ങനെയുള്ള ഹോസ്പിറ്റലൊക്കെ എന്താണ് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആണ് അല്ലെ കൊടുക്കുന്നത്. നമ്മുടെ വീടിന്റെ നമ്മുടെ ആ ഒരു ജില്ലയിലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ എങ്ങനെയാണ് ഒരു സ്പെഷ്യാലിറ്റി കെയർ മാത്രം കൊടുക്കുന്നുള്ളോ? മെഡിക്കൽ കോളേജുകളിലൊക്കെ ആണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് ദേ ഓഫർ സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഒന്നിലധികം സ്പെഷ്യാലിറ്റി പരിചരണങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് റിക്വയർഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അല്ലെ കാർഡിയാക്, ന്യൂറോ, നെഫ്രോ, ക്യാൻസർ എക്സെട്ര അല്ലെ. ഇങ്ങനെയുള്ള പല സ്പെഷ്യാലിറ്റി കെയേഴ്സും നമ്മുടെ പേഷ്യൻസിന് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നൽകുന്നു. ഓക്കെ ആണോ? കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെ, ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കും അതിനു വേണ്ടി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെഫ്രോ എന്ന് പറഞ്ഞാൽ എന്താ? നാഡീ വ്യവസ്ഥ അല്ലെ. നമ്മുടെ കൈക്ക് കാലിനൊക്കെ മരേക്ക് വരാ, ഞരമ്പുകളിൽ ബ്ലോക്ക് വരാ അല്ലെ. അങ്ങനെയുള്ള നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളൊക്കെയാണ് ന്യൂറോ സെക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നെഫ്രോ അല്ലെ. എന്താണ് നെഫ്രോ? വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് അല്ലെ. ക്യാൻസർ നെക്സ്റ്റ് ക്യാൻസർ പേഷ്യൻസിന് ഉള്ള ട്രീറ്റ്മെന്റുകൾ, അവർക്ക് വേണ്ട ചികിത്സകള്, അവർക്ക് വേണ്ട കെയർസ് ഒക്കെ കൊടുക്കുന്നത്. നെക്സ്റ്റ് tertiary care hospital will have most advanced equipment and doctors level of qualification and experts അല്ലെ. എന്താണ് നമ്മുടെ tertiary care ഹോസ്പിറ്റലില് മോസ്റ്റ് അഡ്വാൻസ്ഡ് എക്യുപ്മെന്റുകളാണ് അല്ലെ. നൂതനമായിട്ടുള്ള ഉപകരണങ്ങളല്ലേ അവർ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ പ്രൈമറി കെയറിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സുകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്.
അല്ല അല്ലെ, നൂതനമായിട്ടുള്ള അല്ലെ വെൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മെഷീനറീസ് ഒക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. കൂടാതെ ഡോക്ടേഴ്സിന്റെ ലെവൽ ഓഫ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടുതലായിരിക്കും അല്ലെ, എക്സ്പേർട്ട് ആയിരിക്കും, വിദഗ്ധരായ ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ സേവനം അനുഷ്ഠിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ വീടിന്റെ അടുത്തുള്ള പ്രൈമറി കെയർ ഹോസ്പിറ്റലില് ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ചെറിയ ഹോസ്പിറ്റലായിരിക്കും, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന ഡോക്ടേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡോക്ടേഴ്സിന് ഒരു ഇത് എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, ഒരു ഡ്രോബാക്ക് പറയുന്നതല്ല, ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. പഠിച്ചിറങ്ങി ജസ്റ്റ് അവരവരെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ ഇരിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ഉണ്ട് അല്ലെ. അപ്പൊ പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ടെർഷറി കെയർ മെഡിക്കൽ കോളേജുകളിലൊക്കെ എങ്ങനെയാണ് കുറച്ചും കൂടി അല്ലെ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള, ശ്രദ്ധിച്ചിട്ടില്ല ഇനി നോക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഈ രാത്രി ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് ഇരിക്കില്ലേ, ആ ഡോക്ടേഴ്സ് എങ്ങനെയാണ് കൂടുതൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും ആ ഒരു സമയത്ത് ഇരിക്കുന്നത്? എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കോ? അല്ല അല്ലേ. ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ അത്? പക്ഷെ എന്താണ് നമ്മുടെ ടെർഷറി കെയർ ഓഫ് ലെവൽ എന്ന് വരുമ്പോൾ അവിടെ എങ്ങനെയായി നമ്മുടെ ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു വൈദഗ്ധ്യമുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളുകളായിരിക്കും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നത്. The operation theaters and ICUs of such hospital will typically be state of art അല്ലെ. സ്റ്റേറ്റ് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ അത്യാധുനിക സംവിധാനം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിന്റെ ICU അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയതായിരിക്കും അല്ലെ. വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരുപാട് മെഷീനറീസ് ഉള്ള നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ആ ഒരു ടെർഷറി കെയർ ഹോസ്പിറ്റലിന്റെ ICU ഓപ്പറേഷൻ തിയേറ്റേഴ്സും. ഒക്കെയാണോ? Government system, the medical college hospitals are tertiary care level അല്ലെ. നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം നോക്കുമ്പോൾ എന്താണ് മെഡിക്കൽ കോളേജുകളൊക്കെ എങ്ങനെയുള്ള ഹോസ്പിറ്റലാണ്? ടെർഷറി കെയർ ഹോസ്പിറ്റലിന് എക്സാമ്പിൾ ആണ്. ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് കൂടി എടുക്കട്ടെ മിസ്, നെക്സ്റ്റ് കൂടി എടുക്കട്ടെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി അല്ലെ. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഹോസ്പിറ്റൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഹോസ്പിറ്റൽ ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ദേ ഓഫർ അല്ലെ. അവർ ഓഫർ ചെയ്യുന്ന പേഷ്യൻസിന് ഓഫർ ചെയ്യുന്ന ആ ഒരു ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റലിനെ തരംതിരിക്കുന്നുണ്ട് അല്ലെ, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹോസ്പിറ്റൽ വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് കാർഡിയാക് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അഹല്യ ഐ കെയർ എന്ന് പറഞ്ഞ പോലെ അവിടെ എങ്ങനെയാണ്? അതിന്റെ മാത്രമാണല്ലേ പരിചരണ കെയർസ് കൊടുക്കുന്നത് അല്ലെ, ആണോ? അതേപോലെ ഒരു ഹോസ്പിറ്റലില് കാർഡിയാക് കെയർ, ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗികൾക്കുള്ള പരിചരണങ്ങൾ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന് എന്ത് പറയാം? കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലേ, ആണോ? ഏത് കെയർ ആണോ, ഏത് തരത്തിലുള്ള ഏത് സ്പെഷ്യാലിറ്റി കെയർ ആണോ അവര് കൊടുക്കുന്നത്, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് which provide cancer care are classified as onco hospital. Cardiac care, so cancer care കൊടുക്കുന്ന ഹോസ്പിറ്റൽ നമ്മൾ എന്താണ് പറയുന്നത്? ഓങ്കോ ഹോസ്പിറ്റൽ അല്ലെ. നമുക്ക് ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്താ പറയുന്നത്? ഓങ്കോളജി അല്ലെ. കേട്ടിട്ടില്ലേ ഇതൊക്കെ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ക്യാൻസർ കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ നമുക്ക് എന്ത് പറയാം? ഓങ്കോ ഹോസ്പിറ്റൽ അല്ലെ. ഐ കെയർ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഐ ഹോസ്പിറ്റൽ അല്ലെ. കാർഡിയാക്കുമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് പറയാം? കാർഡിയാക് ഹോസ്പിറ്റൽ എന്ന് പറയാം അല്ലെ. ഓക്കെ ആണോ?
A hospital can offer one or more specialty, namely single specialty or multi specialty hospital. ഒരു ഹോസ്പിറ്റലിൽ അവർ ഓഫർ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരൊറ്റ സ്പെഷ്യാലിറ്റി മാത്രമാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ സിംഗിൾ സ്പെഷ്യാലിറ്റി എന്നും, ഒന്നിൽ കൂടുതൽ വൺ ഓർ മോർ ഒന്നിൽ കൂടുതൽ അവര് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യാലിറ്റി സ്കെയിൽസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മൾ എന്ത് പറയുന്നു? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നു അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും പറയുന്നു. Next, also depending upon the specialty that hospital offers, the type of resources and its organization, it is determined. Right? എന്താണ് ഒരു ഹോസ്പിറ്റലില് ഏത് തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആണ് അവര് ഓഫർ ചെയ്യുന്നത്, അവര് പേഷ്യൻസിന് നൽകുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ അവിടെ റിസോഴ്സുകളും അവര് ലഭ്യമാക്കി വെച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു കാർഡിയാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെന്റുകളും സേവനങ്ങളും ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഓങ്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ അവിടെ വേണോ? ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന വേണോ? കാത്ത് ലാബ് എന്താണ് ഓങ്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് വേണോ? ഡോക്ടേഴ്സ് വേണ്ട അല്ലെ. കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്യുപ്മെന്റുകളും സർവീസുകളും മാത്രമായിരിക്കും അല്ലെ അവിടെ അവർ സജ്ജമാക്കി വെച്ചിരിക്കുന്നത് അല്ലെ. ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് ഹോസ്പിറ്റൽ ഓഫേഴ്സ്, ഒരു ഹോസ്പിറ്റല് ഏത് തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ആണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് റിസോഴ്സുകളും ഓർഗനൈസേഷനും നിർണ്ണയിക്കുന്നത്. ഓക്കെ ആണോ? അവിടുത്തെ ഡോക്ടേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ്, ഏത് ഡോക്ടറെ ആയിരിക്കണം അവിടെ നിർത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ എ കാർഡിയാക് ഹോസ്പിറ്റൽ വിൽ നീഡ് കാത്ത് ലാബ് ആൻഡ് കാർഡിയാക് ICU അല്ലേ. While an onco hospital will require radiation therapy unit അല്ലെ. എന്താണ് ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ആൻജിയോഗ്രാം, എൻജിയോപ്ലാസ്റ്റ്, ഹാർട്ട് ഓപ്പൺ സർജറി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാത്ത് ലാബുകളും കാർഡിയാക് ICU ഉണ്ടായിരിക്കും അല്ലെ. പക്ഷെ അവിടെ എന്താണ്? വൈൽ ആൻ ഓങ്കോ ഹോസ്പിറ്റൽ ആണ് ക്യാൻസർ പേഷ്യൻസിനുള്ള പരിചരണങ്ങളാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് അല്ലെ. അവർക്ക് കീമോ ചെയ്യുന്നതിന് വേണ്ടി റേഡിയേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? മിസ് മ്യൂട്ട് മാറ്റാം. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? മിസ് എടുത്തതാ. ഓക്കെ. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇങ്ങനെ തന്നെ മിസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാലോ? നെക്സ്റ്റ് ക്ലാസ് ഇങ്ങനെ തന്നെ എടുത്താൽ പോരെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you, Miss.